ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊന്നും ചെയ്യാത്തത് വീഡിയോസായിട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. ആ എക്സ്പോ കഴിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മൂത്തമ്മാൻ്റെ മോൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഡ്രസ്സ് എടുക്കലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ പിന്നെ അതിനിടയ്ക്കൊക്കെ വീഡിയോ ഇതൊക്കെ കാണുന്ന സമയത്ത് കാണുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ബൺ മസ്കിൻ്റെ വീഡിയോസാണ്. അപ്പം ഞാൻ വിചാരിച്ച ഏതായിട്ടും ഞാനൊരു ചായ ലവർ ആയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഇതുപോലെ ചായ കഴിക്കാനും അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റമാണ് ഈ ബണ്ണിലും ബ്രെഡിലൊക്കെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ ചീസ്, മാർജറിന്, ബട്ടർ അതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള സംഗതിയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് എനക്കും ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ പിന്നെ ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒന്നുമില്ല, നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് വാനില എസൻസും ഒരു 2 ഡ്രോപ്സ് വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്മൂത്തായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ബണ്ണിലും അത് ഞാൻ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ണൂരിൽ നിന്ന് ഷീൻ ബേക്കറിയിൽ നിന്ന് നല്ല സോഫ്റ്റ് ബണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4-5 സ്പൂണ് കടുപ്പമുള്ള ഏതെങ്കിലും ചായപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ അത് ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വേണം. പിന്നെ അതിലേക്ക് ഇഞ്ചി, ഏലക്ക അതൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാൻ, ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ അതും തിളപ്പിച്ചെടുക്കുക. പിന്നെ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നല്ല തിളച്ച് കുറച്ചൊന്ന് കുറുകുന്നത് വരെ അടുപ്പിൽ വെക്കണേ. അതൊന്ന് കുറുകി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 2-3 ടീസ്പൂണ് പഞ്ചസാര ഇടുക. പിന്നെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നുണ്ട്. മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഷുഗർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ, എൻ്റെ തറവാട്ടിലേക്ക് പോയിട്ടാണ് അവിടുന്ന് ഇത്താത്തമാരുടെ ഉപ്പാൻ്റെ ഒക്കെ കൂടെയാണ് ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാനാണ്. അപ്പോൾ മോൾക്ക് ചായ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ അതും എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയിൽ മുക്കിയിട്ട് തന്നെ ഇത് കഴിക്കണം, എന്നാലും അതിൻ്റെ ഒരു നല്ല ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.